ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റരുതെന്ന വി.എസ്. അച്യുതാനന്ദൻ. വിവരങ്ങളുമായി എം.ആർ. സജേഷ് ചേരുകയാണ്. സജേഷ്, എന്തായാലും വി.എസിന്റെ ഒരു നിലപാട് പ്രതികരണം കൂടി വന്നിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റേണ്ട എന്നുള്ള ഒരു നിലപാടാണ് വി.എസ്. സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ, വിവരങ്ങൾ? അഞ്ജു, ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഒഴിയില്ലെന്ന വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPIM ആസ്ഥാനത്ത് ഇപ്പോൾ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം നടന്നിരുന്നു. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ യോഗത്തിൽ നിന്ന് ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ജേക്കബ് തോമസിനെ മാറ്റേണ്ടെന്ന തീരുമാനം ഉണ്ടായിട്ടുണ്ട്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കൂടി ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആനത്തടവട്ടം ആനന്ദൻ, ബേബി ജോൺ മാഷ് തുടങ്ങിയ ആളുകളും ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ജേക്കബ് തോമസിന്റെ കാര്യം ഈ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായിട്ടുണ്ട്. ജേക്കബ് തോമസിനെ മാറ്റേണ്ടെന്ന നിലപാടാണ് സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊള്ളുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജേക്കബ് തോമസ് മാറുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. സജേഷ്, എന്തായാലും ജേക്കബ് തോമസ് മാറേണ്ടതില്ല എന്ന് CPIM തന്നെ നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ കൂടി വരുന്നു. അഞ്ജു, അക്കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIMന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗമാണ് AK സെൻറ്ററിൽ ചേർന്നത്. ആ അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ഇത്തരം ചില തീരുമാനങ്ങൾ എടുത്തുവെന്ന സൂചനയാണ് വരുന്നത്. അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ ജേക്കബ് തോമസിൻ്റെ വിഷയം ചർച്ചയായിട്ടുണ്ട്. മാറേണ്ടെന്ന നിലപാടിലേക്ക് അവൈലബിൾ സെക്രട്ടേറിയറ്റ് വന്നു. നേരത്തെ മുഖ്യമന്ത്രിയുടെ നിലപാടും ഇതുതന്നെയായിരുന്നു. സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാടും അതുതന്നെയാണ്. ജേക്കബ് തോമസിൻ്റെ കത്ത് ചീഫ് സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. നേരത്തെ KM എബ്രഹാമിൻ്റെ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വന്നപ്പോൾ സർക്കാർ എടുത്ത നിലപാട് KM എബ്രഹാം മാറേണ്ടതില്ല എന്നായിരുന്നു. അന്ന് രാജ്യസന്നദ്ധ KM എബ്രഹാം അറിയിച്ചിരുന്നു. സമാനമായ നിലപാട് തന്നെയായിരിക്കും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ജേക്കബ് തോമസ് നൽകിയ കത്തിൻ്റെ കാര്യത്തിലും എടുക്കുക. അക്കാര്യത്തിൽ ചില വ്യക്തമായ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. CPIMന്റെ അടിയന്തര അവൈലബിൾ സെക്രട്ടേറിയറ്റും ഇന്ന് AK സെൻറ്ററിൽ ചേർന്നിരുന്നു. ആലപ്പുഴയിൽ ഇന്ന് വയലാർ രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട് CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ AK സെൻറ്ററിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവൈലബിൾ സെക്രട്ടേറിയറ്റ് നടന്നത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ജേക്കബ് തോമസിൻ്റെ കത്ത് ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജേക്കബ് തോമസിനെ മാറ്റേണ്ടതില്ലെന്ന സൂചനകളും പുറത്തു വരുന്നു. അഞ്ജു, ശരി. ജേക്കബ് തോമസിനെ മാറ്റേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് CPIM സ്വീകരിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് MR സജേഷ് നൽകിയത്.